നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ കുറേ സ്റ്റെപ്സുകൾ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി നടൻ ബാലയുടെ പേര് കൂടുതൽ വിമർശിക്കപ്പെടുന്നത് സ്വകാര്യ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളിലൂടെയാണ്. പ്രണയിച്ച് വിവാഹം ചെയ്ത ഗായിക അമൃതയുമായുള്ള വേർപിരിയലും പിന്നീട് ഡോക്ടർ എലിസബത്ത് ഉദയനെ ജീവിത പങ്കാളിയാക്കുകയും ചെയ്തതുമൊക്കെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. പിന്നീട് മകളെ കാണിക്കുന്നില്ല, അകറ്റുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളുമായി ബാല അമൃതയ്ക്കെതിരെ രംഗത്തെത്തി. അമൃതയെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്തു. അതിന് അമൃതയും മകൾ പാപ്പുവും സോഷ്യൽ മീഡിയയിലൂടെ തുറന്ന മറുപടി നൽകി. പിന്നീട് അധികനാൾ കഴിയും മുൻപ് ബാല എലിസബത്തിനെ ഉപേക്ഷിച്ചു. മാമന്റെ മകൾ കോകിലയെ വിവാഹം ചെയ്തു. അതിനുശേഷം എലിസബത്തിനെതിരെയും ബാല ആരോപണങ്ങൾ ഉന്നയിച്ചു. കുറച്ചുനാൾ മിണ്ടാതിരുന്നെങ്കിലും പിന്നീട് എലിസബത്ത് തന്റെ വീഡിയോകളുമായി ശക്തമായി പ്രതികരിച്ചു തുടങ്ങി. തന്റെ മുൻ പങ്കാളിയായ ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് എലിസബത്ത് ഉന്നയിച്ചത്. ബാലയുമായുള്ള ബന്ധത്തിൽ താൻ അനുഭവിച്ചതെന്തെന്ന് വിശദീകരിച്ച് എലിസബത്ത് തുടരെ വീഡിയോ ചെയ്തതോടെ എലിസബത്തിനെതിരെ കേസുമായി ബാല രംഗത്തെത്തി. തന്നെയും ഭാര്യ കോകിലയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് എലിസബത്ത് നടത്തുന്നതെന്നായിരുന്നു ബാലയുടെ ആരോപണം. പോലീസിൽ ബാലയുടെ പരാതിയെ തുടർന്ന് പിന്നീട് എലിസബത്തിന്റെ വീഡിയോകളൊന്നും കാണാതായി. ഇപ്പോഴിതാ ഏറെ നാളത്തിന് ശേഷം താരം വീണ്ടും വീഡിയോയുമായി എത്തിയിട്ടുണ്ട്. താൻ സേഫാണെന്നും സുരക്ഷിതയായിരിക്കുന്നുവെന്നും തന്നെക്കുറിച്ച് അന്വേഷിച്ച എല്ലാവർക്കും നന്ദിയെന്നും നിങ്ങൾ ആഗ്രഹിച്ചു പോലുള്ള സ്റ്റെപ്പുകൾ ഞാൻ മുന്നോട്ട് വച്ചിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് കൂടുതൽ വിവരങ്ങളൊന്നും പറയാൻ വീഡിയോ ചെയ്യാത്തതെന്നും താരം വ്യക്തമാക്കി. ഇതിലൂടെ ബാലയുടെ മേൽ നിയമപരമായി തന്നെ എലിസബത്ത് നീങ്ങി എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നതെന്നുള്ള കമൻറ്റുകളാണ് വരുന്നത്. എന്തായാലും ബാലയ്ക്കെതിരെ എലിസബത്തും പരാതി നൽകി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷവും അഭിനന്ദനവും ഒക്കെയാണ് എലിസബത്തിന് നേരെ പോകുന്നത്.